എവിടുന്നോ വലിഞ്ഞു കയറി വന്ന ആരൊരുമില്ലാത്ത ഒരു സിംഹക്കുട്ടി. അവന്റെ പേര് മുഫാസ എന്നായിരുന്നു. പിന്നീട് കാട് കണ്ട ഏറ്റവും ശക്തനായ രാജാവായി അവൻ മാറി. ഇന്ന് ഞാൻ നിങ്ങൾക്കായി കൊണ്ടുവന്നിട്ടുള്ളത് മുഫാസ ദ ലയൺ കിങ് എന്ന കഥയാണ്. അപ്പോൾ കഥയുടെ തുടക്കത്തിൽ തന്നെ മുഫാസയുടെ മാതാപിതാക്കളായ മസേഗോ ആഫിയ എന്ന സിംഹങ്ങളെയാണ് കാണിക്കുന്നത്. മുഫാസയുടെ അമ്മ ആഫിയ എപ്പോഴും മുഫാസയോട് മിലേലെ എന്ന ഒരു സ്ഥലത്തെ കുറിച്ച് പറയാറുണ്ട്. അച്ഛാ, അമ്മേ, എന്താണ് ഈ മിലേലയുടെ പ്രത്യേകത എന്ന് മുഫാസ ചോദിച്ചു. അപ്പോൾ അച്ഛൻ പറയാണ്, ഈ സ്ഥലം പോലെയൊന്നുമല്ല മിലേലെ. വളരെയധികം മനോഹരമായിട്ടുള്ള ഒരുപാടധികം ജീവികൾ ഒരുമിച്ച് ഒത്തൊരുമയോടെ സന്തോഷത്തോടെ ജീവിക്കുന്ന സ്ഥലമാണ് മിലേലെ. അവിടെ ധാരാളം വെള്ളവും ഭക്ഷണവും എല്ലാം ലഭ്യമാണ്. അപ്പോൾ മുഫാസ പറയാണ്, ഓഹ്, കേൾക്കുമ്പോൾ തന്നെ കൊതിയാകുന്നു. അമ്മേ, അച്ഛ, നമ്മൾ എപ്പോഴാണ് മിലേലയിലേക്ക് പോകുന്നത് എന്ന് മുഫാസ ചോദിച്ചപ്പോൾ ഒരു നാൾ ഉറപ്പായിട്ടും നമ്മൾ അവിടെ എത്തിയിരിക്കുമെന്ന് മുഫാസയോട് അമ്മ പറഞ്ഞു. അങ്ങനെ അവർ സംസാരിക്കുന്ന സമയത്ത് ഒരുപാട് നാളുകൾക്ക് ശേഷം അവിടെ മഴ പെയ്യുകയാണ്. മുഫാസ ജനിച്ചിട്ട് ആദ്യമായിട്ടാണ് മഴ കാണുന്നത് തന്നെ. അങ്ങനെ വരണ്ടുടങ്ങിയ ആ ഭൂമിയിൽ മഴ പെയ്തപ്പോൾ അവിടെയുള്ള എല്ലാ മൃഗങ്ങളും ഒരുമിച്ച് സന്തോഷത്തോടെ വെള്ളത്തിൽ നിന്ന് ആഘോഷിക്കുകയാണ്. കുട്ടി മുഫാസക്ക് നീന്താൻ അറിയത്തില്ല. അവൻ വെള്ളത്തിൽ മുങ്ങാനായപ്പോൾ ഒരു ജിറാഫാണ് മുഫാസയെ രക്ഷിച്ചത്. അപ്പോൾ മുഫാസ ആ ജിറാഫിനോട് നന്ദി പറയുന്നുമുണ്ട്. പക്ഷെ ഇവിടെ ഇവരെ കാത്തിരിക്കുന്നത് ഒരു ദുരന്തമാണ്. ശക്തമായ മഴ കാരണം ആ നദിയുടെ ഒഴുക്കത്തിന്റെ വേഗത കൂടുകയാണ്. അപകടം മനസ്സിലാക്കിയ മറ്റു മൃഗങ്ങളെല്ലാം പെട്ടെന്ന് കരയിലേക്ക് ഓടിക്കയറുകയാണ്. എന്നാൽ നമ്മുടെ മുഫാസ അവിടെ നടുക്ക് കുടുങ്ങിയിട്ടാണുള്ളത്. മുഫാസ, മോനെ, നീ പേടിക്കേണ്ട, അച്ഛൻ മോനെ രക്ഷിക്കാം എന്ന് പറഞ്ഞ് മസേഗോ മകനെ രക്ഷിക്കാനായിട്ട് വെള്ളത്തിലേക്ക് ചാടുകയാണ്. കരയിലുള്ള മുഫാസയുടെ അമ്മയും മുഫാസയെ രക്ഷിക്കാനായി ശ്രമിക്കുന്നുണ്ട്. എന്നാൽ നിർഭാഗ്യവശാൽ ഈ സിംഹ കുടുംബത്തിന് വിധിച്ചത് ഒരു ദുരന്തമാണ്. ആ ഒഴുക്കിൽപ്പെട്ട് മുഫാസ ഒരുപാട് ദൂരേക്കാണ് പോയത്. അതായത് അവന്റെ അച്ഛനും അമ്മയും അവനെ രക്ഷിക്കാനായിട്ട് ശ്രമിച്ചെങ്കിലും അവരെ കൊണ്ട് അതിന് സാധിച്ചിട്ടില്ല. മുഫാസക്ക് നീന്താൻ അറിയത്തില്ല എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. പക്ഷെ അവന്റെ ഭാഗ്യത്തിന് അവന് വെള്ളത്തിൽ ഒരു മരക്കഷ്ണം കിട്ടുകയാണ്. അപ്പോൾ അത് പിടിച്ചുകൊണ്ടാണ് വെള്ളത്തിൽ നീന്താൻ അറിയാത്ത മുഫാസ അതിജീവിച്ചത്. ഗൈസ്, ഒരു കാര്യം പറയട്ടെ, ഒരുപാട് മണിക്കൂറുകൾ ചിലവഴിച്ചിട്ടാണ് ഈ വീഡിയോ ഞാൻ നിങ്ങൾക്കായി തയ്യാറാക്കിയത്. എന്നാൽ 85% ആൾക്കാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത്. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾക്കായി കൂടുതൽ നല്ല നല്ല വീഡിയോസ് കൊണ്ടുവരാൻ അത് എനിക്കും വലിയ ഒരു മോട്ടിവേഷൻ തന്നെയായിരിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. സോ ബാക്ക് ടു ദി സ്റ്റോറി. അടുത്ത ദിവസം മുഫാസ വെള്ളത്തിൽ നിന്ന് കണ്ണു തുറന്നു. അവൻ ഇപ്പോൾ എത്തി നിൽക്കുന്നത് അവന്റെ വീട്ടിൽ നിന്ന് ഒരുപാട് ദൂരെയായിട്ടാണ്. അമ്മേ, അച്ഛാ, എനിക്ക് പേടിയാകുന്നു. നിങ്ങൾ എവിടെയാണുള്ളത്? എന്നെ ആരെങ്കിലും രക്ഷിക്കാമോ എന്നൊക്കെ മുഫാസ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ടെങ്കിലും അവനെ അവിടെ രക്ഷിക്കാനായി ആരും തന്നെ ഇല്ല. അപ്പോഴാണ് അവിടെ കരയിൽ നിന്നുകൊണ്ട് മുഫാസയുടെ അതേ പ്രായമുള്ള മറ്റൊരു സിംഹം. ആ സിംഹക്കുട്ടിയുടെ പേര് താക്ക എന്നാണ്. ഹേയ്, എന്താണ് നിന്റെ പേര്? എന്റെ പേര് താക്ക എന്നാണ്. ഞാൻ ഇവിടുത്തെ സിംഹരാജാവായ ഒബാസിയുടെ മകനാണ്. എന്താണ് നിന്റെ പേര്? നീ എങ്ങനെയാണ് ഇവിടെ എത്തിപ്പെട്ടത്? അപ്പോൾ മുഫാസ പറയാണ്, എന്റെ പേര് മുഫാസ എന്നാണ്. പ്ലീസ്, എനിക്ക് നീന്താൻ അറിയത്തില്ല. എന്നെ എങ്ങനെങ്കിലും ഈ വെള്ളത്തിൽ നിന്ന് രക്ഷിക്കൂ. ഓക്കെ മുഫാസ, പക്ഷെ നിന്നെ രക്ഷിക്കുന്നതിന് മുൻപായിട്ട് എനിക്ക് നിന്നോട് ഒരു രഹസ്യം പറയാനായിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇത് നിന്നോട് എങ്ങനെയായിപ്പോന്ന് പറയാ? വളച്ചു കെട്ടില്ലാതെ പെട്ടെന്ന് ആ രഹസ്യം പറയൂ താക്ക. അപ്പോൾ താക്ക പറയാണ്, നിന്നെ രക്ഷിക്കണമെന്ന് എനിക്കുണ്ട്. പക്ഷെ നിന്നെ തിന്നാനായിട്ട് ഇപ്പോൾ കുറച്ച് മുതലകൾ അവിടെ എത്തിയിട്ടുണ്ട്. ആ മുതലകളെ കണ്ട നീന്താൻ അറിയാത്ത മുഫാസ ഒറ്റക്ക് നീന്തുകയാണ്. കരയുടെ അടുത്തെത്തിയ മുഫാസയെ താക്ക പിടിച്ച് കയറ്റാനായി ശ്രമിക്കുമ്പോൾ ആ മുതലകൾ അവിടെ മുഫാസയെ അറ്റാക്ക് ചെയ്യാനായിട്ട് എത്താനായിട്ടുണ്ട്. എന്നാൽ അപ്പോഴാണ് താക്കയുടെ അമ്മയായ ഏഷ്യ അവിടെ എത്തിയത്. ഏഷ്യയെ കണ്ട് പേടിച്ച ആ മുതലകൾ പെട്ടെന്ന് സ്ഥലം കാലിയാക്കി. അപ്പോൾ ഇവിടെ നമ്മുടെ മുഫാസയെ രക്ഷിച്ചത് താക്കയാണ്. എങ്ങനെയാണ് താൻ ഇവിടെ എത്തിപ്പെട്ടത് എന്ന് മുഫാസ താക്കയോടും ഏഷ്യയോടും പറഞ്ഞു. അപ്പോൾ അമ്മയോട് താക്ക പറയാണ്, അമ്മേ, ഇവൻ ഒരു പാവമാണ്. നമുക്ക് ഇവനെ കൂടി നമ്മുടെ വീട്ടിലേക്ക് കൂട്ടാം. താക്ക, നിനക്ക് നിന്റെ അച്ഛന്റെ സ്വഭാവം അറിയാലോ. പുറത്തുനിന്നുള്ള ആരെയും വീട്ടിലേക്ക് അച്ഛൻ കയറ്റത്തില്ല. അച്ഛന് നല്ല ദേഷ്യം വരും എന്നൊക്കെ ഏഷ്യ പറഞ്ഞു. പക്ഷെ എന്നിരുന്നാൽ കൂടി ഒറ്റപ്പെട്ട മുഫാസയെ തനിച്ചാക്കാൻ ഏഷ്യക്ക് തോന്നിയിട്ടില്ല. പുള്ളിക്കാരി മുഫാസയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഇതാണ് താക്കയുടെ അച്ഛൻ, ആ നാട്ടിലെ സിംഹരാജാവായ ഒബാസി. തന്റെ ഭാര്യ തെരുവിൽ നിന്ന് ആരൂരുമില്ലാത്ത ഒരു സിംഹക്കുട്ടിയുമായി വന്നത് കണ്ട് രാജാവിന് നല്ല ദേഷ്യം വന്നു. തന്റെ കൂട്ടരോട് ഒബാസി ഉത്തരവിടുകയാണ്, ഈ തെരുവ് സിംഹത്തെ, അതായത് മുഫാസയെ കൊന്നുകളയാൻ. എന്നാൽ താക്ക അതിന് സമ്മതിക്കുന്നില്ല. അച്ഛാ, ഞാൻ അതിന് സമ്മതിക്കില്ല. മുഫാസയെ ഞാനാണ് രക്ഷിച്ചത്. അവൻ ഇനി മുതൽ നമ്മുടെ കൂടെ എന്റെ സഹോദരനായിട്ട് ജീവിക്കും. അപ്പോൾ ഒബാസി പറയാണ്, താക്ക, ഈ
തെരുവ് സിംഹം നമ്മുടെ രക്തമല്ല, നമ്മുടെ രക്തമല്ലാത്ത ഒരുത്തനെയും വിശ്വസിക്കാൻ കൊള്ളില്ല. അവന്മാര് നമ്മുടെ കൂടെ നിന്ന് നമ്മളെ ചതിച്ചിരിക്കും, അത് 100% ഉറപ്പാണ്. അപ്പോൾ ഏഷ്യ ഒബാസിനോട് ചോദിക്കാണ്, ഈ പാവം കുട്ടിയെ കണ്ടിട്ട് നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു അവൻ ചതിക്കുമെന്നൊക്കെ പറയാൻ. ദയവ് ചെയ്ത് ഈ കുട്ടിയെ കൂടി നമ്മുടെ കൂടെ ജീവിക്കാൻ അനുവദിക്കണം. അവൻ അനാഥനൊന്നുമല്ല, അവൻ വഴിതെറ്റി ഇവിടെ എത്തിപ്പെട്ടതാണ്. അതുകൊണ്ട് മുഫാസയെ നോക്കേണ്ട ചുമതല നമ്മളാണ് ഏറ്റെടുക്കേണ്ടത്. അവന്റെ സ്ഥാനത്ത് നമ്മുടെ മകനാണെങ്കിലോ? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അപ്പോൾ ഒബാസി പറയാണ്, അങ്ങനെയാണെങ്കിൽ ഒരു ചലഞ്ച് വെക്കാം. എന്റെ മകൻ താക്കയും ഈ തെരുവ് സിംഹമായ മുഫാസിയും ഒരു റേസ് വെക്കട്ടെ. അതിൽ എന്റെ മകൻ താക്കയാണ് വിജയിക്കുന്നതെങ്കിൽ ഈ തെരുവ് സിംഹത്തെ ഞാൻ കൊന്നുകളയും. അല്ല, ഈ തെരുവ് സിംഹമാണ് ജയിക്കുന്നതെങ്കിൽ മാത്രം അവൻ നമ്മുടെ കൂടെ ജീവിക്കും. അപ്പോൾ ആ ചലഞ്ചിന് താക്കയും മുഫാസയും തയ്യാറായി. സോ ഇവിടെ താക്കയും മുഫാസയും വളരെ വേഗത്തിലാണ് റേസ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ നോക്കുകയാണെങ്കിൽ താക്കയാണ് മുന്നിലുള്ളത്. മുഫാസ ഒരുപാട് നേരം വെള്ളത്തിൽ നിന്നത് കൊണ്ട് തന്നെ അവന് തീരെ എനർജി ഇല്ല. പക്ഷെ ഈ റേസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ടുപേരും എതിരാളികളെ പോലെയൊന്നുമല്ല റേസ് ചെയ്യുന്നത്. റേസ് ചെയ്യുമ്പോൾ മുഫാസ വെള്ളത്തിൽ വീണപ്പോൾ താക്ക അവനെ രക്ഷിക്കുന്നുണ്ട്. ഫൈനലി റേസ് അവസാന ഘട്ടത്തിൽ എത്തിയിട്ടുണ്ട്. താക്കയാണ് മുന്നിലുള്ളത്. അതായത് മുഫാസയുടെ പരാജയം എല്ലാവരും ഉറപ്പുവരുത്തി. എന്നാൽ താക്ക മെല്ലെ മുഫാസയോട് പറയാണ്, എന്റെ ഏറ്റവും വലിയ ഒരു ആഗ്രഹമാണ് എനിക്ക് നിന്നെ പോലത്തെ ഒരു സഹോദരനെ വേണമെന്ന്. അങ്ങനെ ആ റേസിൽ താക്ക മുഫാസക്ക് വിട്ടുകൊടുക്കുകയാണ്. റേസിൽ മുഫാസ വിജയിച്ചു. അതായത് ഇനി മുഫാസക്ക് ഇവരുടെ കൂടെ ജീവിക്കാം. പക്ഷേ തന്റെ മകൻ വിട്ടുകൊടുത്തതാണ് എന്ന് മനസ്സിലാക്കിയ രാജാവിന് നല്ല ദേഷ്യം വന്നു. നിനക്ക് നാണമില്ലേ താക്ക ഒരു തെരുവ് സിംഹത്തോട് പരാജയപ്പെടാൻ? അപ്പോൾ ഏഷ്യ പറയാണ്, മതി, ഇനി വഴക്ക് പറയാനൊന്നും നിൽക്കേണ്ട, നിങ്ങൾ നിങ്ങളുടെ വാക്ക് പാലിക്കണം. മുഫാസ റേസിൽ വിജയിച്ചു. സോ അവൻ ഇനി നമ്മുടെ കൂടെ ജീവിക്കും. നമ്മുടെ കൂടെയോ? ഈ മുഫാസയെ പുരുഷന്മാരുടെ കൂടെ ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ല. വേണമെങ്കിൽ അവൻ സ്ത്രീകളുടെ കൂടെ ജീവിക്കട്ടെ. സോ മുഫാസ ഏഷ്യയുടെ കൂടെ പോവുകയാണ്. അതായത് സിംഹങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ വേട്ടയാടുന്നതും ഭക്ഷണം കൊണ്ടുവരുന്നതും എല്ലാം ഫീമെയിൽ സിംഹങ്ങളാണ്. മെയിൽ സിംഹങ്ങളുടെ ജോലി വെറുതെ കിടന്ന് ഉറങ്ങുക, അതേപോലെ മറ്റു അപകടകാരികളിൽ നിന്ന് തന്റെ കൂട്ടത്തെ അഥവാ തന്റെ ട്രൈബിനെ സംരക്ഷിക്കുക. അതാണ് മെയിൽ ലയൺസിന്റെ ജോലി. ഇനി മുഫാസയുടെയും താക്കയുടെയും ബന്ധത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അവര് രണ്ടുപേരും നല്ല ബോണ്ടാണ്. കാട്ടിലെ ചില മൃഗങ്ങൾ മുഫാസയെ തെരുവിൽ നിന്ന് വന്നവൻ, അനാഥൻ എന്നൊക്കെ വിളിച്ച് കളിയാക്കുമ്പോൾ താക്കക്ക് നല്ല ദേഷ്യം വരും. അവരുമായിട്ട് താക്ക തല്ലുണ്ടാക്കും. എന്നിട്ട് താക്ക അവരോട് പറയും, ഇവൻ തെരുവിൽ നിന്ന് വന്നവനല്ല, ഇവന്റെ പേര് മുഫാസ എന്നാണ്, ഇവൻ എന്റെ സഹോദരനാണ്, അതുകൊണ്ട് ഇവനെ മര്യാദക്ക് എല്ലാവരും റെസ്പെക്ട് ചെയ്യണം. അങ്ങനെ അവര് കളിച്ച് ചിരിച്ച് വീട്ടിൽ തിരിച്ചെത്തി. അപ്പോൾ മെയിൽ ലയൺസിന്റെ അടുത്തേക്കാണ് മുഫാസയെ കൂട്ടി താക്ക വന്നിട്ടുള്ളത്. താക്ക, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഈ തെരുവ് സിംഹത്തെ ഇവിടെ കൂട്ടി വരരുത് എന്ന്. ഏയ് മുഫാസ, മര്യാദക്ക് ഫീമെയിൽസിന്റെ അടുത്തേക്ക് പോ എന്ന് രാജാവ് പറഞ്ഞു. അങ്ങനെ സങ്കടത്തോടെ മുഫാസ ഫീമെയിൽ ലയൺസിന്റെ സ്ഥലത്തേക്ക് അഥവാ അമ്മയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. മുഫാസ പോയതിനു ശേഷം രാജാവ് മകനോട് പറയുന്നുണ്ട്, താക്ക, നീ അവനെ അധികം അടുപ്പിക്കാൻ നിൽക്കരുത്. അവൻ തെരുവിൽ നിന്ന് വന്നവനാണ്, നമ്മുടെ രക്തമല്ല അവൻ. ഒരു നാൾ തീർച്ചയായിട്ടും അവൻ നിന്നെ ചതിച്ചിരിക്കും. എന്റെ ഈ വാക്ക് എപ്പോഴും നിന്റെ ഓർമ്മയിൽ ഉണ്ടാവണം. സോ ഇവിടെ മുഫാസയെ എങ്ങനെയാണ് വേട്ടയാടേണ്ടത് എന്നൊക്കെ ഏഷ്യ പഠിപ്പിക്കാനായി ആരംഭിച്ചു. അവന്റെ വളർത്തമ്മ അവനെ പഠിപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം മുഫാസ ശ്രദ്ധയോടെ പെട്ടെന്ന് പഠിച്ചെടുക്കും. ഏഷ്യക്ക് ഒരു കാര്യം മനസ്സിലായി, മറ്റുള്ള എല്ലാ സിംഹങ്ങളെക്കാൾ മിടുക്കനാണ് മുഫാസ എന്ന്. ഇനി മുഫാസയെ ഏഷ്യ പരിശീലിപ്പിക്കുന്നതൊക്കെ താക്ക ദിവസവും ദൂരെ നിന്ന് ഒളിച്ചു കാണാറുണ്ട്. ഒരു ദിവസം മുഫാസയും ഏഷ്യയും മാനുകളെ വേട്ടയാടാനായി ചെന്നതാണ്. എന്നാൽ അവരെ വേട്ടയാടാനായി വേറെ ചിലർ അവിടെ എത്തിയിട്ടുണ്ട്. അവന്മാരാണ് നമ്മുടെ കഥയിലെ വില്ലൻസ്, വെളുത്ത സിംഹങ്ങൾ. സാധാരണ സിംഹങ്ങളെക്കാൾ വളരെയധികം വലുപ്പമുള്ളതും ശക്തരുമാണ് ഈ വെളുത്ത സിംഹങ്ങൾ. അപ്പോൾ രണ്ട് വെളുത്ത സിംഹങ്ങളാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ആ രണ്ട് വെളുത്ത സിംഹങ്ങൾ ചാടി വന്ന് ഏഷ്യനെ ആക്രമിക്കുകയാണ്. ഇത് കണ്ട മുഫാസ അവന്റെ വളർത്തമ്മയെ രക്ഷിക്കാനായി ഓടിയെത്തി. എന്നിട്ട് ആ രണ്ട് വെളുത്ത സിംഹങ്ങളുമായി ഫൈറ്റ് ചെയ്യുകയാണ്. താക്കയാണെങ്കിൽ ഇതൊക്കെ ദൂരെ നിന്ന് കാണുന്നുണ്ട്. താക്കയും അവന്റെ അമ്മയെ രക്ഷിക്കാനായി ഓടിയെത്തിയെങ്കിലും ഈ വെളുത്ത സിംഹങ്ങളെ കണ്ട് പേടിച്ച് താക്ക ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടുകയാണ്. എന്നാൽ മുഫാസ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അവന്റെ വളർത്തമ്മയെ രക്ഷിക്കാൻ വേണ്ടി ജീവൻ പണയം വെച്ചിട്ടാണ് മുഫാസ ഈ രണ്ട് വെളുത്ത സിംഹങ്ങളുമായിട്ട് ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യുന്നത്. അവസാനം ഈ ഫൈറ്റിൽ അതിലെ ഒരു വെളുത്ത സിംഹത്തെ മുഫാസ കൊന്നുകളയുകയാണ്. ഇത് കണ്ട മറ്റേ വെളുത്ത
വെളുത്ത സിംഹത്തിന് മനസ്സിലായി ഈ മുഫാസ ഭയങ്കര ശക്തനാണ് എന്ന്. അങ്ങനെ ആ വെളുത്ത സിംഹം ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടു. ഏഷ തന്റെ ജീവൻ രക്ഷിച്ചതിന് മുഫാസയോട് നന്ദി പറയുകയാണ്. അവര് തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ നടന്ന കാര്യങ്ങളെല്ലാം ഏഷ രാജാവിനോടും കൂട്ടരോടും പറഞ്ഞു. താക്ക സ്വന്തം അമ്മയെ രക്ഷിക്കാതെ ഭീരുവിനെ പോലെ ഓടി രക്ഷപ്പെട്ടത് അറിഞ്ഞ രാജാവിന് നാണക്കേടായി. അച്ഛാ, എന്നോട് ക്ഷമിക്കണം, എനിക്ക് പേടിയായതുകൊണ്ടാണ് എന്ന് താക്ക പറയുകയാണ്. ഇതേ സമയം ഇത്രയും കാലം മുഫാസയെ കണ്ടാൽ ദേഷ്യം വരുന്ന രാജാവ് മുഫാസയോട് ഇന്ന് നന്ദി പറയുകയാണ്. നീ ധീരനായ ഒരു സിംഹമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് രാജാവ് മുഫാസയെ അഭിനന്ദിച്ചത്. പക്ഷേ ഇവർ ഇനി തയ്യാറെടുക്കണം. കാരണം ഒരു വെളുത്ത സിംഹത്തെ മുഫാസ കൊന്നിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ വെളുത്ത സിംഹങ്ങൾ പ്രതികാരം ചെയ്യാനായിട്ട് എത്തും. അപ്പോൾ ഗൈസ്, ഇനി നമ്മൾക്ക് വെളുത്ത സിംഹങ്ങളെ കുറിച്ച് പറയാം. വെളുത്ത സിംഹങ്ങളുടെ ശക്തനായ, ധീരനായ, ക്രൂരനായ രാജാവാണ് കീറോസ്. ഇനി മറ്റൊരു ട്വിസ്റ്റ് എന്തെന്ന് വെച്ചാൽ മുഫാസ കൊന്ന ആ വെളുത്ത സിംഹം വേറെ ആരുമല്ല, കീറോസ് രാജാവിന്റെ ഒരേ ഒരു മകനായ ഷാജു ആണ്. അപ്പോൾ രാജാവിന് അത്രത്തോളം സങ്കടവും ദേഷ്യവും വെറുപ്പും പകയുമാണ് ഇപ്പോൾ ഉള്ളിലുള്ളത്. എന്റെ മകനെ കൊന്നവനെ മാത്രമല്ല, അവന്റെ മുഴുവൻ ട്രൈബിനെയും ഞാൻ ഇല്ലാതെയാക്കും. ഒരുത്തനെയും ഞാൻ വെറുതെ വിടത്തില്ല. ഷാജു മരിച്ചപ്പോൾ അത് കണ്ട് പേടിച്ചോടിയ ഈ വെളുത്ത സിംഹത്തെ രാജാവ് ചോദ്യം ചെയ്യുകയാണ്. രാജാവെ, എന്നോട് പൊറുക്കണം, അവൻ വളരെയധികം ശക്തനാണ്. അതുകൊണ്ടാണ് ഞാൻ പേടിച്ചു ഓടിയത്. എനിക്ക് മാപ്പ് നൽകണം. മാപ്പല്ല, നിനക്ക് ഞാൻ കോപ്പ് നൽകും. എന്റെ മകനെ കൊലക്ക് കൊടുത്തിട്ട് നാണമില്ലാതെ ഓടി വന്നിരിക്കുന്നു. നിന്നെ ഞാൻ കൊല്ലത്തില്ല. കാരണം എന്റെ ആൾക്കാരെ ഞാൻ കൊല്ലാറില്ല. രാജാവെ, എന്നെ കൊല്ലാതെ വിടുന്നതിൽ നന്ദിയുണ്ട് എന്ന് അവൻ പറഞ്ഞപ്പോൾ രാജാവ് ബാക്കിയുള്ള എല്ലാ സിംഹങ്ങൾക്കും ഉത്തരവിടുകയാണ്, ഈ ഭീരുവിനെ കൊന്നുകളയാൻ. അങ്ങനെ എല്ലാ വെളുത്ത സിംഹങ്ങളും കൂടി ആ ഓടി വന്ന വെളുത്ത സിംഹത്തെ കൊന്നുകളയുകയാണ് ചെയ്തത്. അപ്പോൾ ഈ കാഴ്ചയൊക്കെ ഷിഗാറു എന്ന സിംഹം കാണുന്നുണ്ട്. ഷിഗാറു ഓടി വന്ന് ഈ കാര്യങ്ങളൊക്കെ ഒബാസി രാജാവിനോട് പറയുകയാണ്. അവർക്ക് മനസ്സിലായി കിറോസ് എന്ന വെളുത്ത സിംഹ രാജാവ് ഇവരുടെ ട്രൈബ് മുഴുവനായിട്ടും ഇല്ലാതെയാക്കുമെന്ന്. ഇവർക്ക് ഇനി കിറോസിന്റെ അടുത്തുനിന്ന് രക്ഷയില്ല. ഒബാസി അപ്പോൾ തന്റെ മകൻ താക്കിയുടെ അടുത്ത് വന്ന് പറയാണ്, നമ്മൾ എല്ലാവരും മരിച്ചാൽ നമ്മുടെ മുഴുവൻ ബ്ലഡ് ലൈനും ഇല്ലാതെയാവും. അത് സംഭവിക്കാൻ പാടില്ല. നീയാണ് അടുത്ത രാജാവ്. അതുകൊണ്ട് ഞാൻ ഉത്തരവിടുന്നു, നീയും മുഫാസിയും ഇന്ന് ഇപ്പോൾ തന്നെ ഈ നാട് വിടണം. നിങ്ങൾ എവിടെങ്കിലും ദൂരേക്ക് പോകണം. എന്നിട്ട് നിങ്ങൾ രണ്ടുപേരും അവിടെ പുതിയ ഒരു ജീവിതം ആരംഭിക്കണം. നമ്മളെ മറക്കണം. അച്ഛാ, ഇല്ല, ഞങ്ങൾ പോകത്തില്ല എന്ന് താക്ക പറയുന്നുണ്ടെങ്കിലും രാജാവ് പറയാണ്, മോനെ, ഇതല്ലാതെ നമ്മുടെ മുന്നിൽ വേറെ വഴിയില്ല. അതുകൊണ്ട് അച്ഛൻ പറയുന്നത് നീ കേൾക്കണം. അങ്ങനെ മുഫാസയും താക്കയും പോകാനായി തയ്യാറെടുക്കുകയാണ്. ഏഷ മുഫാസയോട് പറയാണ്, നിന്റെ അമ്മ നിന്നോട് എപ്പോഴും മിലേലെ എന്ന സ്ഥലത്തെ കുറിച്ച് പറയാറില്ലേ? നിങ്ങൾ രണ്ടുപേരും ആ സ്ഥലം കണ്ടുപിടിച്ച് അങ്ങോട്ടേക്കാണ് പോകേണ്ടത്. താക്ക അമ്മയെ രക്ഷിക്കാതെ ഓടിയത് കൊണ്ട് അമ്മയോട് മാപ്പ് പറഞ്ഞപ്പോൾ മോന് മാപ്പ് പറയേണ്ട കാര്യമില്ല. മോൻക്ക് മോന്റെ ധീരത തെളിയിക്കാനുള്ള അവസരം ലഭിക്കും. അന്ന് മോൻ അത് തെളിയിച്ചാൽ മതി എന്ന് അമ്മ താക്കയോട് പറഞ്ഞു. ഫൈനലി സ്വന്തം ട്രൈബിനോട് എന്നേക്കുമായി യാത്ര പറഞ്ഞുകൊണ്ട് താക്കയും മുഫാസയും പുറപ്പെട്ടു. അവര് പോയതിന്റെ അടുത്ത ദിവസം കിറോസിന്റെ മുഴുവൻ ട്രൈബും പ്രതികാരം ചെയ്യാനായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. ഒബാസി, നീയാണല്ലേ അപ്പോൾ ഇവിടുത്തെ രാജാവ്? നിന്റെ ട്രൈബിലെ ഒരുത്തനാണ് എന്റെ മകനെ കൊന്നത്. അതുകൊണ്ട് നിന്റെ ട്രൈബിലെ ഒരുത്തനും ഞാൻ വെറുതെ വിടാനായിട്ട് പോകുന്നില്ല. പിന്നെ ഒബാസി, നീയാണല്ലേ ഈ കാട്ടിലെ രാജാവ്? എന്നാൽ ഇന്നു മുതൽ നീ രാജാവല്ല. ഈ കാട്ടിൽ, ഈ പ്രപഞ്ചത്തിൽ ഒരേ ഒരു രാജാവ് മാത്രമേ ഉള്ളൂ. അത് ഞാനാണ്, കിറോസ്. അങ്ങനെ അവിടെ കിറോസിന്റെ ട്രൈബ് ഒബാസിയുടെ ട്രൈബിലെ എല്ലാവരെയും കൊന്നുകളയുകയാണ്. പക്ഷെ അവർക്കറിയാം രണ്ട് സിംഹങ്ങൾ ഇവിടുന്ന് എന്നേക്കുമായി ഓടിപ്പോയിട്ടുണ്ട് എന്ന്. അവരെ കൂടി ഇല്ലാതെയാക്കണം. അതാണ് കിറോസിന്റെ അടുത്ത ലക്ഷ്യം. സോ ഇവിടെ മുഫാസയും താക്കയും ട്രാക്ക് ചെയ്ത് വൈറ്റ് ലയൺസ് എത്തിയിട്ടുണ്ട്. അവർക്ക് പിടികൊടുക്കാതെ ഇവര് രണ്ടുപേരും ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടുകയാണ്. ഫൈനലി അവർ ഒരു വെള്ളച്ചാട്ടത്തിലേക്ക് എടുത്തു ചാടി. അങ്ങനെ അവർ ഈ വൈറ്റ് ലയൺസിൽ നിന്നും തൽക്കാലം രക്ഷപ്പെട്ടു. കിറോസ് അപ്പോൾ പറയാണ്, അവർക്ക് രണ്ടുപേർക്കും എത്ര വേണമെങ്കിലും ഓടാം, എന്നാൽ ഒളിക്കാനായി പറ്റത്തില്ല. എവിടെ ചെന്ന് ഒളിച്ചാലും രണ്ടിനെയും ഞാൻ ഇല്ലാതെയാക്കിയിരിക്കും. അന്ന് രാത്രി അവര് രണ്ടുപേരും തമാശയൊക്കെ പറഞ്ഞ് നടക്കുകയാണ്. പക്ഷെ അവർക്ക് മനസ്സിലായി ഇവിടെ അവര് മാത്രമല്ല, ആരോ അവരെ പിന്നാലെ ഫോളോ ചെയ്യുന്നുണ്ട്. അതൊരു സ്ത്രീ സിംഹമാണ്. അപ്പോൾ മറ്റൊരു ട്രൈബിലെ സിംഹമാണ് സറാബി. വെളുത്ത സിംഹങ്ങൾ അവളുടെ ട്രൈബിനും വേട്ടയാടി. അതുകൊണ്ടാണ് അവൾ ഇവരെ രണ്ടുപേരും ഫോളോ ചെയ്തത്. സാസു എന്ന ഈ പക്ഷിയാണ് സറാബിയുടെ വഴികാട്ടി. ഞങ്ങൾ മിലേലേക്കാണ് പോകുന്നത് എന്ന് മുഫാസ പറഞ്ഞപ്പോൾ സറാബി പറയാണ്, മിലേലെ എന്ന സ്ഥലം ഈ ഭൂമിയിലില്ല. അത് വെറും കെട്ടുകഥ മാത്രമാണ്. സിംഹങ്ങൾ എല്ലാവരും വിശ്വസിക്കുന്ന ഒരു സ്വപ്നം മാത്രം. അല്ല, അത് സത്യമാണ്. ഞാനും എന്റെ സഹോദരൻ താക്കയും അങ്ങോട്ടേക്ക് തന്നെയാണ്
തന്നെയാണ് പോകുന്നത്, അതല്ലാതെ നമ്മുടെ മുന്നിൽ വേറെ ഒരു വഴിയുമില്ല എന്ന് മുഫാസ പറഞ്ഞു. സോ ഇവർക്ക് 4 പേർക്കും നല്ല വിശപ്പുണ്ട്. ആദ്യം എന്തെങ്കിലും വേട്ടയാടി അവര് ഭക്ഷിക്കണം. അങ്ങനെ അവര് വേട്ടയാടനെ പോകുമ്പോൾ ദാണ്ടെ അവരുടെ മുന്നിൽ ഒരു കുരങ്ങൻ. ആ കുരങ്ങൻ എന്നാൽ ഇവരെ കണ്ടിട്ട് ചെറുങ്ങനെ പോലും ഭയന്നിട്ടില്ല. അത് കണ്ട് ഈ 3 സിംഹങ്ങളും ഷോക്കായി പോയി. അപ്പോൾ ഈ കുരങ്ങന്റെ പേര് റഫീഖി എന്നാണ്. റഫീഖി ആക്ച്വലി കുരങ്ങ് വംശത്തിലെ മാൻഡ്രിൽ എന്ന ജീവിയാണ്. സ്വന്തം ട്രൈബിൽ നിന്ന് പുറത്താക്കപ്പെട്ടവനാണ് റഫീഖി. അതുകൊണ്ട് റഫീഖിക്ക് മരണത്തെ പേടിയില്ല. നീ എവിടത്തേക്കാണ് ഈ പോകുന്നേ എന്ന് അവര് റഫീഖിയോട് ചോദിച്ചപ്പോൾ റഫീഖിയുടെ ഉത്തരം അവരെ ഞെട്ടിച്ചു. കാരണം റഫീഖിയുടെ ലക്ഷ്യം മിലയിലെ തന്നെയാണ്. അങ്ങനെ ആ 3 സിംഹങ്ങളും റഫീഖിയും പിന്നെ ആ പക്ഷിയും ഇവര് 5 പേരും മിലേലെ എന്ന സ്ഥലത്തേക്ക് ഒരുമിച്ച് യാത്ര ആരംഭിച്ചു. പക്ഷെ അവരുടെ യാത്ര അത്ര സുഖമുള്ളതൊന്നും ആയിരിക്കത്തില്ല. കാരണം അവരുടെ പിന്നാലെ അവരെ ട്രാക്ക് ചെയ്ത് വൈറ്റ് ലയൺസ് ഉണ്ട്. വൈറ്റ് ലയൺസിന് മനസ്സിലായി ഇപ്പോൾ അവന്മാര് 2 പേരും മാത്രമല്ല അവര് 5 പേരുണ്ട് എന്ന്. ഇവിടെ നമ്മുടെ താക്കയാണെങ്കിലും മുഫാസയോട് ഒരു കാര്യം പറയുകയാണ്. എടാ എന്താണെന്ന് അറിയത്തില്ല, എനിക്ക് ഇതുവരെ ഒരു സ്ത്രീയെ കണ്ടപ്പോഴും ഇങ്ങനെ തോന്നിയിട്ടില്ല. പക്ഷെ സറാബിയെ കണ്ടപ്പോൾ എനിക്ക് എന്താ പറ്റിയെന്ന് അറിയില്ല, എനിക്ക് അവളെ ഒരുപാട് ഇഷ്ടമാണ്. പക്ഷെ എന്റെ ഇഷ്ടം അവളോട് എങ്ങനെ പറയുമെന്ന് എനിക്കറിയത്തില്ല. മുഫാസ, നീയല്ലേ സ്ത്രീകളുടെ കൂടെ വളർന്നത്, സറാബിയെ വളർത്താൻ കുറച്ച് ടിപ്സ് പറഞ്ഞതാടാ. അപ്പോൾ മുഫാസ പറയാണ്, സ്ത്രീകളോട് സംസാരിക്കുമ്പോൾ ആദ്യം പേടിയാണ് മാറ്റേണ്ടത്, ഒരിക്കലും പതറാൻ പാടില്ല. നല്ല കോൺഫിഡൻസിൽ ചെന്ന് സംസാരിക്കണം. അവളോട് എന്തൊക്കെയാണ് ചോദിക്കേണ്ടത്, അവളോട് എങ്ങനെയൊക്കെയാണ് സംസാരിക്കേണ്ടത് എന്നൊക്കെ മുഫാസ താക്കയോട് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ താക്കയാണെങ്കിൽ മുഫാസ പറഞ്ഞതുപോലെ തന്നെ സറാബിയുടെ അടുത്ത് ചെന്ന് സംസാരിക്കുകയാണ്. സറാബി ഇംപ്രസ്ഡ് ആയിട്ടുമുണ്ട്. സോ ഇവർ ഇപ്പോൾ പോകുന്ന സ്ഥലത്ത് ഒരുപാട് ആനകൾ മൈഗ്രേറ്റ് ചെയ്ത് പോകുന്നതായി കാണാം. എന്തുകൊണ്ടാണ് ഇത്രയും ആനകൾ കൂട്ടത്തോടെ പോകുന്നത് എന്ന് ഇവർക്ക് 5 പേർക്കും മനസ്സിലാകുന്നില്ല. അപ്പോഴാണ് അവര് ആ അപകടം കാണുന്നത്. വൈറ്റ് ലയൺസ് അവരെ പേടിച്ചിട്ടാണ് ഇത്രയും ആനകൾ കൂട്ടത്തോടെ മൈഗ്രേറ്റ് ചെയ്യുന്നത്. ആനകളുടെ കൂടെ ഇവരും ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. പക്ഷെ ഇവിടെ അവര് ഓടിപ്പോകുന്ന സമയത്ത് ഒരു ആനയുടെ ചവിട്ടേറ്റ് സറാബി അവിടെ വീണു പോയിട്ടുണ്ട്. അപ്പോൾ അവളെ അറ്റാക്ക് ചെയ്യാനായിട്ട് ഒരു വൈറ്റ് ലയൺ ചാടി വന്നപ്പോൾ സറാബിയെ രക്ഷിച്ച് ആ വൈറ്റ് ലയണുമായി ഏറ്റുമുട്ടിയത് മുഫാസയാണ്. താക്കയാണെങ്കിൽ പണ്ടത്തെ പോലെ ഇന്നും പേടിച്ച് ഒളിച്ചു നിൽക്കുകയാണ്. വീണ് ബോധമില്ലാത്ത കിടക്കുന്ന സറാബിയെ മുഫാസ പ്രൊട്ടക്ട് ചെയ്തിട്ട് അവളോട് പറയുന്നുണ്ട്, പേടിക്കേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട് എന്ന്. എന്തായാലും ഇവരെ അറ്റാക്ക് ചെയ്യാൻ സാധിക്കാത്ത വൈറ്റ് ലയൺസ് അവിടുന്ന് സ്ഥലം വിട്ടിട്ടുണ്ട്. അങ്ങനെ കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം സറാബിക്ക് ബോധം വന്നു. ബോധം വന്ന ഉടനെ പുള്ളിക്കാരി ചോദിച്ചത് എന്നെ ആരാണ് രക്ഷിച്ചത് എന്നാണ്. അപ്പോൾ മുഫാസ പെട്ടെന്ന് സറാബിയോട് കള്ളം പറയാണ്, നിന്നെ രക്ഷിച്ചത് താക്കയാണ്, അവൻ അവന്റെ സ്വന്തം ജീവൻ പണയം വെച്ചിട്ടാണ് നിന്നെ രക്ഷിച്ചത്. പുള്ളിക്കാരിക്ക് അവനോട് ഇഷ്ടം വരാൻ വേണ്ടിയാണ് മുഫാസ ഇങ്ങനെ കള്ളം പറഞ്ഞത്. പുള്ളിക്കാരി അപ്പോൾ താക്കയോട് നന്ദി പറയുകയാണ്. അവരൊക്കെ പോയതിനു ശേഷം താക്ക മുഫാസയോട് ഒരുപാട് താങ്ക്സ് പറഞ്ഞു. സോ ഇവരിപ്പോൾ യാത്ര ചെയ്യുന്നത് മഞ്ഞിലെ കൂടിയാണ്. അതുകൊണ്ട് അവരുടെ കാലടയാളം അവിടെ പതിയുന്നുണ്ട്. അത് വൈറ്റ് ലയൺസിന് അവരെ ഫോളോ ചെയ്യാൻ എളുപ്പമാണ്. അതുകൊണ്ട് ഈ സ്നോ മൗണ്ടൻ തകർക്കാനായിട്ട് മുഫാസ സാസുവിനോട് പറഞ്ഞു. സാസു അങ്ങനെ അത് തകർത്ത് അവരുടെ കാലടയാളം എല്ലാം ഇല്ലാതെയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എത്തിയ വൈറ്റ് ലയൺസിന് എങ്ങോട്ടേക്കാണ് അവര് പോയത് എന്ന് എങ്ങനെയും മനസ്സിലാകുന്നില്ല. അവര് ട്രാക്സ് കവർ ചെയ്തിട്ടുണ്ട് എന്ന് വൈറ്റ് ലയൺസിന് മനസ്സിലായി. മുഫാസയുടെ ഈ ബുദ്ധി കണ്ട് സറാബി മുഫാസയെ അഭിനന്ദിച്ചു. അപ്പോൾ ഇത് കാണുന്ന താക്കക്ക് അസൂയ ആവുന്നുമുണ്ട്. ഇവിടെ റഫീഖ് സ്നോയിൽ വീണ സമയത്ത് മുഫാസ ഓടിച്ചെന്ന് റഫീഖയോട് പറയുന്നുണ്ട്, പേടിക്കേണ്ട, നിന്റെ കൂടെ ഞാനുണ്ട് എന്ന്. അപ്പോൾ ഇത് കേട്ട സറാബിക്ക് മനസ്സിലായി അന്ന് ബോധം പോയ സമയത്ത് തന്റെ അടുത്ത് വന്ന് തന്നെ പ്രൊട്ടക്ട് ചെയ്തത് താക്കയല്ല മറിച്ച് മുഫാസയാണ് എന്ന്. അവനാണ് പേടിക്കേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട് എന്ന് ബോധം പോയി കിടക്കുന്ന സറാബിയോട് പറഞ്ഞത്. അന്ന് രാത്രി തനിച്ചിരിക്കുന്ന മുഫാസയോട് സംസാരിക്കാനായി സറാബി ചെന്നു. എന്നിട്ട് പുള്ളിക്കാരി ചോദിക്കാണ്, നീ അന്ന് എന്നോട് കള്ളം പറഞ്ഞതാണല്ലേ, എന്നെ രക്ഷിച്ചത് താക്കയല്ല നീയാണ് എന്ന് എനിക്കറിയാം. അതേപോലെ താക്കക്ക് എന്നോട് സംസാരിക്കാനായി സഹായിച്ചതും നീയാണ് എന്നും എനിക്ക് നന്നായിട്ട് അറിയാം. ഇതൊക്കെ സത്യമല്ലേ എന്ന് മുഫാസയോട് സറാബി ചോദിക്കുന്നുണ്ടെങ്കിലും അതൊന്നും തന്നെ അംഗീകരിച്ചു കൊടുക്കാൻ മുഫാസ തയ്യാറല്ല. അപ്പോൾ ഇവര് ഒറ്റക്ക് സംസാരിക്കുന്നതൊക്കെ ദൂരെ നിന്ന് താക്ക കാണുന്നുണ്ട്. മുഫാസ ഒരുപാട് ഞാൻ അല്ല എന്ന് കള്ളം പറഞ്ഞ് പിടിച്ചു
പിടിച്ചു നിൽക്കാനേ ശ്രമിച്ചെങ്കിലും അവസാനം അവന് സത്യം പറയേണ്ടി വന്നു. അപ്പോൾ സാറാബിക്ക് ഇവിടെ മുഫാസയെ ഇഷ്ടമാവുകയാണ്. മുഫാസക്കും ആദ്യമേ സാറാബിയെ ഇഷ്ടമാണ്. എന്നാൽ തന്റെ സഹോദരന് അവളെ ഇഷ്ടമുള്ളത് കൊണ്ട് മാത്രമാണ് മുഫാസ അത് പറയാത്തത്. പക്ഷെ ഇവിടെ സാറാബി മുഫാസയും ഇഷ്ടത്തിലായി. ഇതൊക്കെ ദൂരെ നിന്ന് കാണുന്ന താക്കയുടെ ഹൃദയം തകർന്നു. അവന്റെ അച്ഛൻ അവനോട് പണ്ട് പറഞ്ഞ കാര്യങ്ങളാണ് അവന്റെ മനസ്സിൽ ഇപ്പോൾ ഉള്ളത്. അതായത് ഒരു നാൾ എന്തായാലും മുഫാസ നിന്നെ ചതിക്കുമെന്ന്. താൻ ജീവൻ രക്ഷിച്ച് സ്വന്തം സഹോദരനായി കണ്ട മുഫാസ തന്നോട് എങ്ങനെ ചെയ്തത് കാരണം താക്ക നല്ല സങ്കടത്തിലും ദേഷ്യത്തിലുമായി. എങ്ങനെങ്കിലും മുഫാസക്ക് ഒരു പണി കൊടുക്കണം. അതാണ് ഇപ്പോൾ താക്കയുടെ ലക്ഷ്യം. അവൻ അപ്പോൾ അവിടെ ദൂരെ ഈ വൈറ്റ് ലയൺസ് നിൽക്കുന്നതായി കണ്ടു. താക്ക അങ്ങനെ ആ വൈറ്റ് ലയൺസിന്റെ അടുത്തേക്ക് അഥവാ ശത്രുക്കളുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അവരോട് താക്ക പറയാണ്, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നത് നിങ്ങളുടെ ശത്രുവായിട്ടല്ല, ശത്രുവിന്റെ ശത്രു മിത്രം. രാജാവേ, നിങ്ങളുടെ മകനെ കൊന്നത് ഞാനല്ല, ഞാൻ സഹോദരനായി കണ്ട എന്നെ ചതിച്ച മുഫാസയാണ്. അവനെ നിങ്ങൾക്ക് പിടികൂടാൻ നിങ്ങളെ ഞാൻ സഹായിക്കാം രാജാവേ. നിങ്ങളാണ് യഥാർത്ഥ രാജാവ് എന്നൊക്കെ കിറോസിനോട് താക്ക പറയുകയാണ്. അങ്ങനെ കിറോസ് താക്കയെ അവരുടെ കൂടെ കൂട്ടുകയാണ്. അടുത്ത ദിവസം താക്കയോട് മുഫാസ, എടാ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനായിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ താക്ക പറയാണ്, നീ എന്നോട് ഒന്നും പറയണ്ട, നിനക്ക് എന്താണ് പറയാനുള്ളത് എന്ന് എനിക്കറിയാം, നീ എന്റെ സഹോദരനല്ലേടാ, നിന്നെ എനിക്ക് മനസ്സിലാകും എന്നൊക്കെയാണ് മുഫാസയോട് ഇപ്പോൾ താക്ക പറഞ്ഞത്. അവര് മിലയിലേക്ക് പോകുമ്പോൾ താക്ക അവരാരും കാണാതെ കല്ലിൽ അവന്റെ അടയാളം വെച്ചിട്ടുണ്ട്, വൈറ്റ് ലയൺസിന് അവരെ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഫൈനലി അവര് മിലയിലെ എന്ന ലക്ഷ്യസ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. അവര് ഭയങ്കര സന്തോഷത്തിലാണ്. വളരെയധികം മനോഹരമായ മിലയിലെ എന്ന ഈ സ്ഥലത്ത് ഒരുപാട് വ്യത്യസ്ത മൃഗങ്ങളാണ് സന്തോഷത്തോടെ ഒരുമിച്ച് ഒത്തൊരുമയോട് കൂടി ജീവിക്കുന്നത്. പക്ഷേ ദാ ഇവിടെ കിറോസും സംഘവും മുഫാസയെ അറ്റാക്ക് ചെയ്യാനായിട്ട് എത്തിയിട്ടുണ്ട്. മുഫാസക്ക് മനസ്സിലാകുന്നില്ല ട്രാക്സ് ഒക്കെ കവർ ചെയ്തിട്ടും എങ്ങനെയാണ് കിറോസ് അവരെ തേടിയെത്തിയത് എന്ന്. അങ്ങനെ കിറോസിന്റെ അടുത്തേക്ക് മുഫാസയും താക്കയും ചെല്ലുകയാണ്. കിറോസ് അപ്പോൾ പറയാണ്, യുദ്ധം ഇവിടം കൊണ്ട് അവസാനിക്കുകയാണ് മുഫാസ. നീ ഇപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഞങ്ങൾ എങ്ങനെ നിന്നെ തേടിയെത്തിയെന്ന്. നിന്റെ സഹോദരനാടാ ഞങ്ങളെ സഹായിച്ചത്, അവന്റെ സഹായത്തോടു കൂടിയാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. താക്ക ഇപ്പോൾ നമ്മുടെ കൂട്ടത്തിലെ ഒരാളാണ്. മുഫാസക്ക് വിശ്വസിക്കാനാകുന്നില്ല. താക്ക, ഞാൻ ഈ കേൾക്കുന്നതൊക്കെ സത്യമാണോ? ഞാൻ വിശ്വസിക്കത്തില്ല എന്നൊക്കെ മുഫാസ പറഞ്ഞപ്പോൾ ദേഷ്യത്തോടെ താക്ക പറയുകയാണ്, നിനക്കറിയാം എനിക്ക് സറാബിയെ ഇഷ്ടമാണ് എന്ന്, എന്നിട്ടും നീ അവളെ നിന്റേതാക്കി. നീയാണ് എന്നെ ചതിച്ചത്, അതുകൊണ്ടാണ് നിന്നെ ഞാൻ ഒറ്റിക്കൊടുത്തത്. സോ എനി ഫൈനൽ ഫൈറ്റ്, മുഫാസ വേഴ്സസ് കിറോസ്. ഇവര് ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് ആ കാട്ടിലെ മറ്റു സിംഹങ്ങളെ കാണാനായി സറാബി ചെല്ലുകയാണ്. എന്നിട്ട് അവരോട് പറയാണ്, നമ്മൾ ഒറ്റക്കെട്ടായി നിന്നാൽ മാത്രമേ ഇവരെ പരാജയപ്പെടുത്താനേ സാധിക്കൂ. ഇതേ സമയം മുഫാസയാണെങ്കിൽ ഇവിടെ വലിയ ഒരു കല്ലിന്റെ മുകളിൽ കയറിയിട്ട് അവിടെയുള്ള സകല മൃഗങ്ങളോടും പറയാണ്, ഇത് നമ്മുടെ മാത്രം പ്രശ്നമല്ല, ഇന്ന് അവർ എന്നെ തേടി ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ നാളെ നിങ്ങളായിരിക്കും ഇവരുടെ ഇര. അതുകൊണ്ട് നമ്മൾ ഒറ്റക്കെട്ടായാൽ മാത്രമേ ഇവിടെ സമാധാനമുണ്ടാവൂ. മുഫാസ ഒരു രാജാവിനെ പോലെയാണ് അവിടെയുള്ള മൃഗങ്ങളോട് ഇത് പറഞ്ഞത്. മുഫാസയുടെ ആ വാക്കുകൾ കേട്ട് അവിടെ പേടിച്ച് ഒളിച്ചിരിക്കുന്ന എല്ലാ മൃഗങ്ങളും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ആ വെളുത്ത സിംഹങ്ങളുമായി ഫൈറ്റ് ചെയ്യാനായി ആരംഭിച്ചു. അതേപോലെ ഇവിടെ കിറോസും മുഫാസയും തമ്മിലുള്ള ഫൈറ്റും ആരംഭിച്ചു. പക്ഷെ ഈ ഫൈറ്റിൽ അവസാനം നമ്മുടെ മുഫാസ പരാജയപ്പെടാനായിട്ടുണ്ട്. അതേപോലെ കിറോസ് ആണെങ്കിലും മുഫാസയെ കൊല്ലാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഈ സമയം താക്കയുടെ മനസ്സിൽ മുഫാസയും താക്കയും പണ്ട് ഒരുമിച്ച് കളിച്ചു വളർന്ന മൊമെന്റ്സ് ആണ്. അതേപോലെ അവന്റെ അമ്മ അവനോട് അവസാനമായിട്ട് പറഞ്ഞ വാക്കുകളും. നിനക്ക് നിന്റെ ധീരത കാണിക്കാൻ ഒരു അവസരം ലഭിക്കും, ആ ദിവസമായിരിക്കണം നീ നിന്റെ ധീരത തെളിയിക്കേണ്ടത്. അപ്പോൾ ഇവിടെ മുഫാസയെ കിറോസ് കൊല്ലാനായിട്ട് പോകുമ്പോൾ മുഫാസയെ രക്ഷിക്കാനായി താക്ക ചാടി വന്നു. അപ്പോൾ കിറോസിന്റെ വെട്ടേറ്റത് താക്കയുടെ മുഖത്താണ്. താക്കയുടെ മുഖത്ത് വലിയ ഒരു കല വന്നതായി കാണാം. ഇവൻ എന്റെ സഹോദരനാണ്, എന്റെ സഹോദരനെ കൊല്ലാൻ ഞാൻ സമ്മതിക്കില്ല. അങ്ങനെ പിന്നെ കിറോസുമായി ഫൈറ്റ് ചെയ്യുന്നത് താക്കയും മുഫാസയുമാണ്. ആൻഡ് ഫൈനലി മുഫാസ കിറോസിനെ വെള്ളത്തിനടിയിൽ വെച്ച് പരാജയപ്പെടുത്തുകയാണ്. അപ്പോൾ വെള്ളത്തിൽ നിന്ന് മുഫാസക്ക് കേറാൻ അവനെ വീണ്ടും സഹായിച്ചത് താക്ക തന്നെയാണ്. കിറോസിനെ പരാജയപ്പെടുത്തിയ മുഫാസയെ എല്ലാ മൃഗങ്ങളും ഒരുമിച്ച് ആദരിക്കുകയാണ്. അവരൊക്കെ തല താഴ്ത്തി മുഫാസയെ അവരുടെ രാജാവായി അംഗീകരിച്ചു. എന്നാൽ മുഫാസ പറയാണ്, ഞാൻ ആരുടെയും രാജാവല്ല, ഞാൻ ഒരു സാധാരണ സിംഹമാണ്, എന്നെ നിങ്ങൾ രാജാവായി കാണരുത് പ്ലീസ്. അപ്പോൾ റഫീഖി മുഫാസയോട് പറയാണ്, മുഫാസ നീ ഇതുവരെ ആരായിരുന്നു എന്നതിലല്ല കാര്യം, ഇപ്പോൾ നീ ആരാണ് എന്നതിലാണ് കാര്യം. മിലേലയുടെ രാജാവ് നീ തന്നെയാണ് മുഫാസ. മുഫാസ നിന്നെ ഇവിടെ ഒരാൾ കാത്തിരിക്കുന്നുണ്ട് എന്ന്
റഫീഖ് പറഞ്ഞു. ആ കാത്തിരിക്കുന്ന ആള് വേറെ ആരുമല്ല, മുഫാസയുടെ അമ്മയായ ആഫിയയാണ്. അമ്മയെ വർഷങ്ങൾക്ക് ശേഷം കണ്ട മുഫാസക്ക് ഒത്തിരി സന്തോഷമായി. എന്നാൽ അച്ഛൻ എവിടെ എന്ന് മുഫാസ ചോദിച്ചപ്പോൾ അമ്മ സങ്കടത്തോടെ തലതാഴ്ത്തി. കാരണം ആ ദിവസം വെള്ളത്തിന്റെ ഒഴുക്കിൽപ്പെട്ട് മുഫാസയുടെ അച്ഛൻ മരണപ്പെട്ടിട്ടുണ്ട്. സോ ഇവിടെ താക്ക വന്നിട്ട് മുഫാസയോട് മാപ്പ് ചോദിക്കുകയാണ്. എന്നാൽ അവിടെയുള്ള ബാക്കിയുള്ള എല്ലാ മൃഗങ്ങൾക്കും താക്കയെ കൊല്ലാനായിട്ടുള്ള ദേഷ്യത്തിലാണ് നിൽക്കുന്നത്. എന്നാൽ എല്ലാവരോടും മുഫാസ പറയാണ്, ഇവൻ എന്റെ സഹോദരനാണ്, അതുകൊണ്ട് മിലേലയിൽ ഇവനും നമ്മുടെ കൂടെ ജീവിക്കും, ഇവനെ ആരും ഒന്നും ചെയ്യാനായി പാടില്ല. മുഫാസയോട് താക്ക നന്ദി പറഞ്ഞു. എന്നാൽ തന്റെ മരണം ആഗ്രഹിച്ച താക്കയുടെ പേര് ഇനി ഒരിക്കലും തന്റെ നാവ് കൊണ്ട് ഉച്ചരിക്കത്തില്ല എന്ന് മുഫാസ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ യുവർ മെജസ്റ്റി, താങ്കൾക്ക് എന്നെ സ്കാർ എന്ന് വിളിക്കാം എന്ന് താക്ക പറയുകയാണ്. അപ്പോൾ അങ്ങനെ താക്ക സ്കാറായി മാറുകയാണ്. അങ്ങനെ കഥയുടെ അവസാനം മുഫാസ മിലേലയുടെ രാജാവായി, അതേപോലെ സറാബി റാണിയും. അപ്പോൾ ഇവിടെയാണ് മുഫാസ ദ ലയൺ കിങ് എന്ന സിനിമ അവസാനിക്കുന്നത്. നിങ്ങൾക്ക് മുഫാസയാണ് ഇഷ്ടപ്പെട്ടതെങ്കിൽ മുഫാസ എന്ന് റെഡ് ഹാർട്ട് ഇട്ട് കമന്റ് ചെയ്യും. അല്ല നിങ്ങൾക്ക് താക്ക അഥവാ സ്കാറിനെയാണ് ഇഷ്ടപ്പെട്ടതെങ്കിലും സ്കാർ എന്ന് ഒരു ബ്ലൂ ഹാർട്ട് ഇട്ട് കമന്റ് ചെയ്യും. നമുക്ക് നോക്കാം ആർക്കാണ് കൂടുതൽ ഫാൻസ് ഉള്ളത് എന്ന്. പിന്നെ ഗൈസ്, ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനലിലെ മറ്റുള്ള വീഡിയോസ് കൂടി കണ്ടു നോക്കൂ. തീർച്ചയായിട്ടും അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.